അമൃത, ഒരുപക്ഷെ പ്രദീപ് പറഞ്ഞൊരു കാര്യമുണ്ട്, പുതിയ ഗായകർ ഒരുപാട് പേര് വരുന്നുണ്ട്. നിങ്ങൾ പുതിയ ഗായകരാണ് യഥാർത്ഥത്തിൽ. എന്നുവെച്ചാൽ ഇനിയും ഒരുപാട് മൈലുകൾ താണ്ടാനുള്ളതാണ്. സംഗീതത്തിൻ്റെ പല പല ശാഖകളിലൂടെയും സഞ്ചരിക്കേണ്ടവരാണ്. ഒരുപാട് നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കേണ്ടവരാണ്. ഈ പുതിയ ഗായകരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പുതിയ ഗായകരെക്കുറിച്ചുള്ള അഭിപ്രായം? എല്ലാവരും അയ്യോ ഞാനെന്താ പറയാ, ഒരുപാട് എനിക്ക് പറഞ്ഞു ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാവർക്കും ഉള്ളത്. കഴിവുള്ളവർക്ക് പഴയ മാതിരി ഒന്നല്ലല്ലോ, കഴിവുള്ളവർക്ക് ഒരുപാട് വെന്യൂസും ഒരുപാട് വിഷ്വലി മാത്രമല്ല ഇപ്പോൾ ഉള്ള ആൾക്കാർ വരുമ്പോൾ തന്നെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. അവർ ലൈക്ക് പണ്ടെന്നൊക്കെ പറയുമ്പോൾ പാട്ട് മാത്രം എന്നുള്ള ഒരു ഇതിലായിരിക്കും മിക്കപ്പോഴും. ഇപ്പോൾ ഉള്ളവർ പെർഫോമൻസും പാട്ടും ഈ പറഞ്ഞ കോസ്റ്റ്യൂംസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. പക്ഷെ എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ച് പേര് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഫെയിം ആൻഡ് മണി ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാറുണ്ട്. കാരണം എല്ലാവർക്കും പൈസ വേണം ജീവിക്കാൻ, പക്ഷെ എന്താ പറയാ, പാട്ടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പാട്ടിന് വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നാറില്ല. എന്തൊക്കെയോ എനിക്ക് ആവണം എന്നുള്ള ഒരേ ഒരു ഇന്റൻഷനിൽ ഉള്ള കുറച്ച് പേരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അഭിരാമി അമൃത ഇപ്പോൾ ഇൻസ്റ്റന്റ് ഹിറ്റുകളുടെ കാലമാണ്. ഒരുപക്ഷെ ഒരു പാട്ട് പാടിയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വേണമെങ്കിൽ അത്രത്തോളം പോവാം. അപ്പം ഇപ്പോഴുള്ള പുതിയ സിനിമകളെ കണ്ടില്ലേ, ഒരു സിനിമ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ നായിക വേണമെങ്കിൽ എവിടെയൊക്കെ എത്തിപ്പോയി. ഞാൻ അതും കൂടെയാണ് ഈ പറഞ്ഞതിൽ ഉദ്ദേശിച്ചത്. കാരണം എത്രയോ കഷ്ടപ്പെട്ട് ശരിക്കും പാടാൻ വേണ്ടിയിട്ട് രാവും പകലും പ്രാക്ടീസ് ചെയ്ത് ബുദ്ധിമുട്ടി വരുന്ന ഒരുപാട് പേര്, ഒരു സമൂഹം ആളുകൾ ഒരു സൈഡിലും, പെട്ടെന്ന് ഒരു ക്ലിക്ക് കിട്ടി വലിയ ആളായി പോയി. ഇവർ ഇത്രയും കഷ്ടപ്പെട്ടതിനൊന്നും ഒരു ഇത് കിട്ടാത്ത ഒരു ലക്കാണ്. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ഏജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എവിടെ വേണമെങ്കിലും എത്താൻ വേണമെങ്കിൽ. പക്ഷേ പഴയ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. സംഗീതം എന്ന് പറയുന്നത് ദൈവം തന്നേക്കുന്ന ഒരു കാര്യമാണ്. അതൊരു വിറ്റ് ജീവിക്കാനുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു. അപ്പൊ ഇനി ഇതൊക്കെ ഞാൻ നോട്ടി വെക്കുന്നുണ്ട്. എന്താ കാരണം, ഇനി വല്ല പൈസയില്ല അമൃത വല്ലതും പറയുകയാണെങ്കിൽ, ഏത് പിന്നീട് വല്ല ഷോകൾക്കൊക്കെ പറയുകയാണെങ്കിൽ ഞാനത് വേറെ കാര്യം പറഞ്ഞു, പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അതുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് നോട്ട് ചെയ്യണം കേട്ടാ. ഇനി ഒരു പല കച്ചേരിക്കൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ പൈസയോ എന്ത് പൈസ ഇല്ല ചേട്ടാ, അങ്ങനെ പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുന്നതിലെന്താ, മനസ്സിലായി. പണം മാത്രമല്ല എന്നുള്ളതാണ്, കലയ്ക്ക് വേണ്ടി കൂടിയാണുള്ളതാണ്. ഒരാൾ വരട്ടെ. അമൃതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് എൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുകയാണ്. മാത്രമല്ല അടുത്ത വർഷം കുട്ടി ഫൈനൽ ഇയർ എഴുതാൻ പോവുകയാണ്. വലിയൊരു പ്രതീക്ഷയുള്ള ഒരു കുട്ടി കൂടിയാണ്. മോളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് എനിക്ക്. ഈ ഹിന്ദുസ്ഥാനി സംഗീതം ഇത്രയും പഠിച്ചു, ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠിച്ചതിൻ്റെ എന്തെങ്കിലും പ്രയോജനം ഞങ്ങളുടെ മോളുടെ സംഗീത ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഹിന്ദുസ്ഥാനി ഇദ്ദേഹത്തിനടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയ് സേരൻ സാറ് ഗുരു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സാറിൻ്റെ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്, എൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടറാണ്. എന്തൊക്കെയോ സാർ എനിക്ക് കുറേ എല്ലാമാണ് സാർ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ രാവിലെ ചെല്ലും പാട്ട് പഠിക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഗുരുകുല സമ്പ്രദായമാണ്. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പഠിക്കുന്നത്. സാറും അങ്ങനെ തന്നെയാണ്, ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട്. ഫീ പോലും ചോദിക്കൂല. ഫീ കൊടുത്താൽ വാങ്ങും, കൊടുത്തില്ലെങ്കിൽ എപ്പോഴും കൊടുത്താലും വാങ്ങാറില്ല. അങ്ങനെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അമൃതയോട്. ഈ ഹിന്ദുസ്ഥാനി പഠനം ഇപ്പോഴുള്ള സംഗീത ജീവിതത്തെ ഏത് രീതിയിലാണ് സഹായിച്ചിട്ടുണ്ടോ? അതേ ഒരു സംഗീതം പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണോ? അതിനെ ഒരു പ്രായോഗിക തലത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്? അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്കത് ഉപകാരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ്, ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ പഠിപ്പിക്കുന്ന ശൈലി തന്നെ ഭയങ്കര വ്യത്യാസമാണ്. നമുക്കൊരു പാട്ട് പറഞ്ഞു തന്നിട്ട് ബാക്കി നമ്മളെ കൊണ്ട് സ്വന്തമായി പഠിപ്പിക്കും, സ്വന്തമായി ഇംപ്രവൈസ് ചെയ്യിപ്പിക്കും. അഭിരാമി അതിനെ ഒന്ന് മിമിക്കുകയാണ്. എങ്ങനെയായിരിക്കും മിമിക് ചെയ്യുക സാർ പഠിപ്പിക്കുന്ന രീതി?
ഞാൻ മിമിക് ചെയ്ത് അത് പാട്ട് പോലെ പോലും ഇരിക്കത്തില്ല, എന്തിനാ വെറുതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് സഹായിച്ചിട്ടുണ്ട് സാറിൻ്റെ കോച്ചിങ്. ഒരുപക്ഷെ അതിനെ പെട്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, ഒരു അന്തർലീനമായിട്ട് നമ്മുടെ സംഗീതത്തിന് ഇങ്ങനെ അത് കടന്നു വരുന്നുണ്ട്, അതാണ്.